എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഹീറോയാണ് ഇപ്പോൾ പോർട്ടറായ രമേശ്. ഇന്ന് രാവിലെ ട്രെയിനിലും പ്ലാറ്റ്ഫോമിനും ഇടയിൽ അപകടത്തിൽപ്പെട്ടുപോയ ഒരു 67കാരനെ സ്വന്തം ജീവൻ പോലും വകവയ്ക്കാതെ ജീവിതത്തിലേക്ക് തിരിച്ചു പിടിച്ചു കയറ്റി ഈ പോർട്ടർ രമേശ്. കണ്ടപ്പോൾ ഭയം തോന്നിയെന്നും രക്ഷിക്കണമെന്ന് തീരുമാനിച്ച് ഓടിച്ചെല്ലുകയായിരുന്നെന്നും രമേശ് 24നോട് പറഞ്ഞു. ആൻമരിയ സണ്ണിയുടെ റിപ്പോർട്ട്. പ്ലാറ്റ്ഫോമിനും ട്രെയിനിനും ഇടയിൽപ്പെട്ട 67കാരനായിട്ടുള്ള ആൾക്ക് അപകടമുണ്ടാകുന്നു. ഈ ഒരു സമയത്ത് കൃത്യസമയത്ത് ഭയമൊന്നും കൂടാതെ ആ സ്ഥലത്തെത്തി ആ വ്യക്തിയെ അവിടെ നിന്ന് സുരക്ഷിതമായിട്ടേക്ക് മാറ്റുന്നത് പോർട്ടർ ആയിട്ടുള്ള രമേശാണ്. നമ്മളോടൊപ്പം രമേശാണ് ഇപ്പോൾ ഉള്ളത്. ആർക്കും ആ ഒരു സമയത്ത് പെട്ടെന്നൊരു ഭയം തോന്നും, എന്ത് ചെയ്യണമെന്നൊരു ഭയം തോന്നും. കൃത്യമായിട്ടൊരു ഇടപെടൽ ഉണ്ടാകുന്നു. എന്താ തോന്നില്ല, ആളിന്ന് ഇറങ്ങി വരാനാണ് ഇപ്പോൾ രക്ഷിക്കണം തോന്നി രക്ഷിച്ചു. എൻ്റെ ആദ്യത്തെ സംഭവമാണ് ഇങ്ങനെ ഇത്ര നാളത്തെ ഇടയിൽ ഒരാളെ രക്ഷിക്കുന്നത്. ഭയം ഉണ്ടായിരുന്നു, പക്ഷേ പിടിച്ചപ്പോൾ ആൾ പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നു, വലിച്ചിട്ടുണ്ട് പ്ലാറ്റ്ഫോമിലേക്ക്. ഒരു കുഴപ്പമില്ലാണ്ട് നിന്നു. ആള് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇറങ്ങുന്നതാ? സാധനം മേടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ വണ്ടി മൂവായപ്പോൾ ചാടി കയറിയതാണ്. അപ്പോൾ പിടിവിട്ട് ആള് ട്രെയിനിൽ നിന്ന് പിടിവിട്ടില്ല, ഇഴുകി നിന്നു. അപ്പോൾ പ്ലാറ്റ്ഫോമോടെ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോയ ആളാണ്. കുറച്ച് ദൂരം അങ്ങനെ പോയി. അപ്പോഴാണ് ഞാൻ ആ അറ്റന്ന് ഞങ്ങൾ വരായിരുന്നു. പണ്ട് ഒരു ഉന്തുവണ്ടിയായിട്ട് വരണതാണ്. ആ സൈഡിൽ ഒതുക്കി വെച്ച് കൈമ പിടിച്ച് പ്ലാറ്റ്ഫോമിലേക്ക് ഇട്ട ആളെ. ആളുകളുടെ ഭാഗത്തു നിന്നൊക്കെ ഇപ്പൊ ഭയങ്കര അഭിനന്ദനമൊക്കെയാണ്. ആ വരുന്നുണ്ട്. രമേശ് ചേട്ടൻ ഇപ്പൊ നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഒരു ഹീറോ ആണെന്നൊക്കെ പറയുന്നത്. ഹീറോ എന്നല്ല, വിളിക്കേണ്ട ആൾക്കാർ അഭിനന്ദനമൊക്കെ പറഞ്ഞു. പെട്ടെന്ന് കണ്ടപ്പോൾ ഒരു പേടി തോന്നി? പേടി തോന്നിയില്ല, പക്ഷേ ആരും ഒന്നും ചെയ്യണില്ല. അപ്പോൾ ഞാനത് ഒതുക്കി വെച്ച് ഞാൻ ചെയ്തു. കുറേ ആൾക്കാർ നോക്കിക്കണം, ഓളിടലും നോക്കിക്കണം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചെയ്തു. എന്തായാലും രമേശ് ചേട്ടൻ ഇപ്പം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലെ എല്ലാവർക്കും ഇടയിൽ ഒരു സൂപ്പർ ഹീറോ ആയി മാറിയിരിക്കുകയാണ്. അപകടമുണ്ടായ ആൾക്ക് ചെറിയ പരിക്കുകളൊക്കെ ഉണ്ട്. ആ ട്രെയിനിൽ തന്നെ നാട്ടിലേക്ക് തിരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഒരു ഹീറോ ആയി മാറിയിരിക്കുകയാണ് രമേശ് ചേട്ടൻ ഇപ്പോൾ. ക്യാമറാമാൻ അതീഷിനൊപ്പം കൊച്ചിയിൽ നിന്ന് ആൻമരിയ സണ്ണി, 24. എന്തായാലും നന്നായി. കാര്യം സമയോചിതമായ ഒരു ഇടപെടൽ കൊണ്ട് ഒരു ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു. ട്രെയിൻ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പല ആളുകളും ഈ വണ്ടി പോയി കഴിഞ്ഞാൽ എനിക്ക് സ്ഥലത്തെത്താൻ കഴിയില്ല എന്ന ആശങ്കയിൽ വണ്ടിയിൽ പിടിച്ച് കയറുകയും പലപ്പോഴും പ്ലാറ്റ്ഫോമിലേക്ക് വീഴുകയൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കണം. വണ്ടി പോയാൽ വണ്ടി അങ്ങ് പോകത്തേ ഉള്ളൂ, നമ്മുടെ ജീവിതം പോകില്ലല്ലോ. പക്ഷേ എന്നേക്കുമായി ജീവിതം പോയാലോ? അതുകൊണ്ട് ഈ വണ്ടി പോകട്ടെ, അടുത്ത വണ്ടി പിന്നാലെ വരും. ഇത്തിരി ബുദ്ധിമുട്ടാകും, എന്നാലും വേണ്ടില്ല, ജീവൻ ബാക്കി കിടക്കും എന്നൊരു ചിന്ത വേണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.